നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടനെ കുറിച്ചൊരു രണ്ട് മൂന്ന് വാക്കുകൾ ചേട്ടനെ കുറിച്ച് പറഞ്ഞു തരും. ചേട്ടൻ എവിടെ നിന്നാണ് വന്നത്, ചേട്ടൻ ആരാ, രണ്ട് മൂന്ന് വാക്കുകൾ. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് വീട്, ചാത്തമംഗലത്താണ്. ഇവിടെ വന്നിട്ട് ഇപ്പം സെക്യൂരിറ്റി ആണ് എൻ്റെ ജോലി ഇവിടെ NIT-യിൽ. ഇവിടെ വന്നിട്ടൊരു 4 വർഷത്തോളമായി, 4-4.5 വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. ഇതിനു തൊട്ട് മുമ്പ് എനിക്ക് സ്റ്റുഡിയോ വർക്കായിരുന്നു. ആ ജോലിയിൽ നിന്നാണ് നേരിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഏകദേശം കൊറോണ വന്ന ആ ടൈമിലൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഈ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള ജോലി, ഇതിനു മുമ്പ് ചെയ്തിരുന്ന ജോലി ആർട്ടിസ്റ്റാണ്. ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളാണ്, പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയിൽ ആയിരുന്നു മുന്നേ ജോലിയുള്ളത്. ആ ജോലി നിന്ന സമയത്താണ് സ്റ്റുഡിയോ വർക്ക് തുടങ്ങിയത്. സ്റ്റുഡിയോ വർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് പിന്നെ കൊറോണ വന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നല്ലോ. അങ്ങനെയാണ് ഇവിടെ ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ വൈഫും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ തന്നെ ഒരു ജോലി കിട്ടിയപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു. ചേട്ടാ, അടുത്ത വർഷമായിട്ട് കുറേ വർഷങ്ങൾ ഒരു കലാകാരനായിട്ട് ആയിരുന്നു. അപ്പോൾ ഏത് നിമിഷത്തിലാണ് ചേട്ടന് തോന്നിയ ഞാൻ ഇതാ ചെയ്യേണ്ടത്? അത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു 5 വർഷത്തോളം ഞാൻ പഠിച്ചു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് കോട്ടയത്ത് ഒരു കമ്പനിയിൽ ആർട്ടിസ്റ്റായിട്ട് ജോലി കിട്ടി. ആ കോട്ടയത്ത് കമ്പനിയുടെ മെയിൻ ഓഫീസ് തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ ഓഫീസ്. അങ്ങനെ അവിടെയാണ് ശ്രീകാര്യം എന്ന് പറഞ്ഞ സ്ഥലത്ത്, മൺവിള എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ബെല്ലാർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി, ഒരു ബെൽജിയം കമ്പനിയായിരുന്നു. അവിടെയാണ് ഞാൻ ജോലി ചെയ്തത്. ഒരു 10-15 വർഷത്തോളം ഞാനവിടെ ജോലി ചെയ്ത്, ആർട്ടിസ്റ്റായിട്ട് അവിടെ ജോലി ചെയ്തതാണ്. ഞങ്ങൾ ഒരു 10-20 പേരോളം ആർട്ടിസ്റ്റുകളായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയായിരുന്നു ഞാൻ മിക്കവാറും ഫാമിലിയായിട്ട് അവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. ചേട്ടാ, അടുത്ത ചോദ്യമായിട്ട്, ചേട്ടൻ പറഞ്ഞില്ലേ ചേട്ടനൊരു സ്റ്റുഡിയോ ഉണ്ടെന്ന്. അതെ. സ്റ്റുഡിയോ ഉണ്ടാവുന്നതിൽ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? പിന്നെ എന്തൊക്കെ ആശയങ്ങളായിട്ട് ഉണ്ടായിരുന്നു സ്റ്റുഡിയോ ഉണ്ടാകുമ്പോൾ? എന്തൊക്കെയാണ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനി തിരുവനന്തപുരത്ത് അവിടെ സ്റ്റോപ്പായി. അത് വിദേശത്തേക്ക് ചിത്രങ്ങൾ വരച്ചിട്ട് അയക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ ഒരു ബെൽജിയത്തിൽ നിന്നുള്ളൊരു സാറായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കമ്പനി അവിടെ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ വന്നപ്പം ജോലി ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നു. ആ സമയത്താണ് ഞാൻ ഈ സ്റ്റുഡിയോ വർക്ക് ആരംഭിക്കുന്നത്. അങ്ങനെ കുറച്ചു കാലം ആ സ്റ്റുഡിയോ ജോലി ചെയ്തു. പിന്നെ അതിനുശേഷം ആണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്, NIT-യിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കൂടെ ചെറിയൊരു വരുമാനം കൂടെ എന്നുള്ള രീതിയിൽ ചാത്തമംഗലത്ത് ഇമ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ, ഇമ എന്ന് പറഞ്ഞ പേരിൽ ഒരു സ്റ്റുഡിയോ, ചെറിയൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അതിങ്ങനെ ചെറിയ മുന്നോട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. അടുത്ത ചോദ്യമായിട്ട്, ഈ കോവിഡ് വന്നപ്പോൾ കുറേ ആൾക്കാർക്ക് പ്രയാസവും ബുദ്ധിമുട്ടുകളുണ്ടായി. ചേട്ടനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തത്? ചേട്ടൻ എങ്ങനെയായിരുന്നു പാടായി തോന്നി? എന്താ സംഭവിച്ചത്? ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ജോലി അവിടുന്ന് ആ ജോലി വിട്ടിട്ട് നാട്ടിലേക്ക് വന്ന സമയത്ത് സ്റ്റുഡിയോ വർക്കാണ് പിന്നെ ഞങ്ങൾക്ക് ജീവിതമാർഗമായിട്ട് ഒരു സ്റ്റുഡിയോ വർക്കായിരുന്നല്ലോ. അപ്പോൾ അത് ഈ കൊറോണ വന്ന സമയത്ത് സ്റ്റുഡിയോ എല്ലാം അടച്ച്, പിന്നെ സ്റ്റുഡിയോ വർക്കില്ല, കല്യാണം അതുപോലുള്ള ഫങ്ഷനൊന്നും നടക്കുന്നില്ല. സ്റ്റുഡിയോ വർക്ക് ഫുള്ളായിട്ട് നിന്നു എന്നുള്ളത് തന്നെ പറയാം.
ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ വീടിന് ഇത്രയും അടുത്ത് തന്നെ ഒരു ജോലി ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അത് ആ സമയത്ത് ആ സമയത്തല്ല ഇപ്പോഴും അതെ വളരെ ഈ ജോലി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയത് ഈ ജോലി കൊണ്ടാണ്. പിന്നെ ചെറിയൊരു വീടൊക്കെ ഉണ്ടാക്കി ഒരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട്. പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും, അത് നമ്മളെ എല്ലാ കാര്യത്തിലും ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ കൊറോണ ഈ രീതിയിൽ എല്ലാവരെയും ബാധിച്ചല്ലോ. കാരണം നമ്മളെ മാത്രമല്ല എല്ലാ മേഖലയുള്ള ആൾക്കാരെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ മാറി. ഇപ്പോഴും ഈ ജോലിയാണെങ്കിലും ഇതിൻ്റെ ഇടവേള കിട്ടുന്ന സമയങ്ങളിൽ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിലർക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്, സ്റ്റുഡിയോയിലിരുന്ന് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതെ അതെ. അടുത്ത ചോദ്യമായിട്ട്, ഇവിടെ ചേട്ടനെ അറിയുന്നത് ഇവിടെ ചേട്ടൻ്റെ വരച്ച ഡ്രോയിങ്സ് എല്ലാം കണ്ടിട്ടാ. അപ്പോൾ അത് ആൾക്കാർ അവരുടെ അപ്രീഷിയേഷൻ പറഞ്ഞപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ചേട്ടൻ എങ്ങനെയാണ് തോന്നിയത്? അത് ശരിക്ക് വല്ലാത്തൊരു മനസ്സിന് ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഞങ്ങൾ ഒന്നുമല്ലാതെ ഇരിക്കുന്ന ഞങ്ങളെ ഇങ്ങനെ വരച്ച ചിത്രങ്ങൾ കാണുന്ന സമയത്ത് കുറേ കുട്ടികൾ, കാണുന്നവർ എല്ലാവരും, അതെ കാണുന്നവരെല്ലാവരും, പിന്നെ പ്രത്യേകിച്ച് ചില കുട്ടികൾ വന്നിട്ട് സ്റ്റുഡൻസ് വന്നിട്ട് ഇത് കാണുമ്പം അവർക്കൊരു സന്തോഷമുണ്ട്. അത് നമ്മളോട് പറയുന്നു. അപ്പോൾ നമുക്ക് അത് ഒരു പ്രോത്സാഹനമാണ്. കാരണം ഇപ്പോൾ പഴയതുപോലെ അല്ല, കുറച്ച് കുറവാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻസ് ഇത് കാണുകയും ഇതിന് നന്നായിട്ടുണ്ട്, ഇനി തുടർന്ന് വരയ്ക്കണം. പിന്നെ ചില സ്റ്റുഡൻസ് എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഈ വരച്ചുകൊണ്ടിരിക്കുന്നത് പേപ്പറിൻ്റെ കഷ്ണത്തിലായിരിക്കും, ചിലപ്പോൾ ഞാൻ കിട്ടുന്ന ന്യൂസ് പേപ്പറിൻ്റെ ഇതിലായിരിക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, ഇങ്ങനെ ഞാൻ ന്യൂസ് പേപ്പറിലൊക്കെ എങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കണം. ഒരു ബുക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ല, പറയാതെ പോയിട്ട് സ്റ്റോറിൽ നിന്ന് ഒരു ബുക്കും, നല്ലൊരു ബുക്കും, പിന്നെ ഒരു സെറ്റ് പേന എനിക്ക് വാങ്ങി തന്നിട്ട് ഇത് വെച്ച് ഈ ബുക്കിൽ വരയ്ക്കണം എന്ന് പറഞ്ഞു. അതപ്പോൾ അതത്രയും മനസ്സിന് ഇവിടുന്ന് സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിന് അത്രയും ഒരു സന്തോഷം ഉണ്ടായ കാര്യങ്ങളാണ്. കാരണം ഇത് എല്ലാവർക്കും പറയാൻ പറ്റില്ല. ചിലർക്ക് ഇത് കാണുമ്പോൾ അത്ര ഇത് തോന്നില്ല. അപ്പം ഇതിൽ തരുന്നൊരു പ്രോത്സാഹനം അത് ഭയങ്കര നമ്മളെ മനസ്സിനൊരു സന്തോഷം അത് ഈ വരയ്ക്കുന്ന സമയത്ത് കിട്ടുന്നത് അത് വലിയൊരു സന്തോഷം തരുന്ന കാര്യം തന്നെ. അവസാനത്തെ ചോദ്യമായിട്ട്, ചേട്ടൻ ഇപ്പോൾ ഈ ഒരു നിലയിലെത്തിയപ്പോൾ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു, കുറേ വളർച്ചയും കുറേ തളർച്ചയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ ഇപ്പോൾ ഈ ഒരു നിലയിലാണ്. അപ്പോൾ ഈ പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ ചേട്ടൻ എന്താ കൊടുക്കുക? മെസ്സേജ് കൊടുക്കണമെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പൂർണ്ണമായിട്ട് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഏത് രൂപത്തിലായാലും ഏത് ഭാഗത്തിലും ഒരു ശക്തി ഇതിനിങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നൊരു ശക്തിയുണ്ട്. അപ്പോൾ എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരാളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ തന്നെ നമുക്ക്, എന്നെ സംബന്ധിച്ച് ഒരു മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ പരസ്പരം ചിരിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, കുറ്റം കഴിയുന്നതും പറയാതിരിക്കുക, പരസ്പരം സ്നേഹത്തോടെ നമ്മൾ കഴിയുക എന്നുള്ളതാണ്. എനിക്ക് അതിലൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഈ കുട്ടികൾ എൻ്റെ അടുത്ത് വരുന്ന പല കാണുന്ന സ്റ്റുഡൻസ് സ്നേഹത്തോടെ പെരുമാറുന്നു. അപ്പോൾ അത് ഈ വരയോടുള്ള അടുപ്പവും പിന്നെ നമ്മളെങ്ങനെ അങ്ങോട്ട് പെരുമാറുന്നു എന്നുള്ള അതും കൂടെ വരുമ്പോൾ പരസ്പരം നല്ല രീതിയിൽ നമ്മൾ ഒരു സ്നേഹത്തോടു കൂടെ മുന്നോട്ട് പോവുക, കഴിയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. പാട്ടിൻ്റെ ഒരു ചോദ്യം, ചേട്ടൻ പറഞ്ഞില്ലേ ചേട്ടന് കുറേ താല്പര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എന്തൊക്കെ താല്പര്യങ്ങളാണ് ഉള്ളത്? ചേട്ടൻ വരയ്ക്കുന്നതല്ലാതെ പാടാറുണ്ടോ? എന്തൊക്കെയാണ്? വരയ്ക്കുന്നതല്ലാതെ എനിക്ക് ഏറ്റവും കൂടുതൽ
ഇഷ്ടമുള്ള കാര്യം പാട്ടാണ്. പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കും ഞാൻ. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ എത്രയായാലും എനിക്ക് എന്താ പറയുക, ഒരു ലഹരി പോലെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് പരിസരമൊക്കെ മറന്ന് ചിലപ്പോൾ ഞാൻ പാടും. ഞാൻ ഫ്രീ ആയിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ കിട്ടിയാൽ ഉറക്കെ പാടിയെന്നിരിക്കും. പിന്നെ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടം കർണാട്ടിക് വോക്കലുണ്ടല്ലോ, ക്ലാസിക്കൽ മ്യൂസിക്. അത് ഇങ്ങനെ വെച്ച് കേൾക്കും സ്ഥിരമായിട്ട്. അതിനോട് എല്ലാവിധം പാട്ടുകളോടും ഇഷ്ടമാണ് എനിക്ക്. ഇനിയിപ്പോൾ എന്തായാലും ആ പാട്ടിനോട് വല്ലാത്തൊരു താല്പര്യമാണ് എനിക്ക്. അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ അത്രയും നല്ല രീതിയിലല്ലെങ്കിലും നമുക്ക് മനസ്സിൽ നിന്ന് സുഖം കിട്ടുന്ന ഒരു രീതിയിൽ പാടും ചില പാട്ടുകളൊക്കെ. അതാണ് എൻ്റെ ഈ ചിത്ര വരയ്ക്കലിന് അതേ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ പാട്ടും എനിക്ക് അത്ര ഇഷ്ടമാണ്. സന്തോഷമുണ്ട് ഏതായാലും. ഓക്കെ. ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ രചനാചതുരൻ ചതുർമുഖനുണർന്നു. രചനാചതുരൻ ചതുർമുഖനുണർന്നു. സർഗം തുടർന്നു, കലയിലൊരു സ്വർഗം വിടർന്നു. മധുരമധു സുജില സുമനളിനതള കഥനഹര മൃദുലതര ഹൃദയ സദനലതികയണിഞ്ഞ സംഗീതമേ അമര സല്ലാപമേ. സംഗീതമേ സനിധ പധനി സംഗീതമേ അമര സല്ലാപമേ. ധപ മഗ നി ധപ മ സ നി ധപ ഗരി മ ഗരി സ നി പധ നി സംഗീതമേ. ഗരി മ ഗരി സ നി സ ഗ മ പധ നി സംഗീതമേ അമര സല്ലാപമേ. ഗരിട്ടി ഗ സരി ഗ സരി രി ഗരി ഗരി സ നി നി സ നി ധപ ഗ മ പധ നി സ പദ മ പ സ നി ഗരി സ നി സ ധപ നി പ സ നി നി ധ ഗരി സ നി സ മ ഗരി സ രി ഗ രി ഗ മ ഗരി നി ധ നി സ രി സ നി ധ ധ നി ധ പ മ പ നി ധ പ മ ഗ ഗ മ പദ ധ നി നി സ സ രി രി ഗ ഗ മ